ലാലേട്ടന്റെ നേരിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് കളക്ഷൻ, അതോടൊപ്പം തന്നെ മലൈക്കോട്ടെ വാലിബന്റെ ആദ്യ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് തുടങ്ങിയ കണക്കുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ ലാലേട്ടന്റെ നേരിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ വലിയൊരു കളക്ഷൻ ഇടിവൊന്നും തന്നെ ഇന്നലത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ന് സിനിമയ്ക്ക് സംഭവിച്ചിട്ടില്ല. ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് സിനിമയ്ക്ക് 7 ലക്ഷത്തിനടുത്ത് കേരള ട്രാക്കിംഗ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒരൊറ്റ ദിവസം പോലും കേരള ഗ്രോസ് കളക്ഷൻ 10 ലക്ഷത്തിൽ നിന്നും താഴേക്ക് പോകാത്ത സിനിമ ഇന്നും കേരളത്തിൽ 10 ലക്ഷം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ സിനിമയുടെ കേരള ആകെ കളക്ഷൻ 47 കോടി കടക്കുന്നതാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 85 കോടി രൂപയ്ക്ക് മുകളിലും എത്തുന്നതാണ്. സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏത് പേജ് നോക്കിയാണ് ആ ഒരു ട്രാക്കിംഗ് കളക്ഷൻ പുറത്തുവിടുന്നത് എന്ന്. അത് മമ്മൂക്കിയുടെ ആരാധകർ നടത്തുന്ന മമ്മൂട്ടി മാറ്റിനി എന്നൊക്കെ വിളിപ്പേരുള്ള ഫ്രൈഡേ മാറ്റിനി നടത്തുന്ന ഒരു ട്രാക്കിംഗ് കളക്ഷൻ ഡാറ്റയാണെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ നേരിന്റെ കളക്ഷൻ തള്ളാണ് എന്ന് പറയുമ്പോൾ മമ്മൂക്ക സിനിമകളുടെ ഫൈനൽ കേരള കളക്ഷൻ എല്ലാം തന്നെ തള്ളാണ് എന്ന് പറയേണ്ടി വരുമെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ അതെല്ലാം തന്നെ മനസ്സിലാക്കി കമന്റ് ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് അടുത്ത മലൈക്കോട്ടെ വാലിബൻ റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. നാളെ മുതൽ ലിജു സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ സിനിമയുടെ വമ്പൻ പ്രൊമോഷൻ പരിപാടികളെല്ലാം തന്നെ നടക്കാനായിട്ടിരിക്കുകയാണല്ലോ. ഇതിനിടയിൽ മലൈക്കോട്ടെ വാലിബന്റെ ആദ്യ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നോ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നോ ഒന്നും തന്നെയല്ല, മറിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. UK UAE പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട്, ഒപ്പം തന്നെ അവിടെ സിനിമ ബുക്ക് ചെയ്ത ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ എണ്ണമെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ UK വരികയാണെങ്കിൽ 265 ഷോകളിൽ നിന്ന് 3361 ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോൾ 20,000 പൗണ്ടാണ് സിനിമ UK കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അതായത് 21 ലക്ഷം ഗ്രോസ് കളക്ഷൻ. UK സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയോളം അടുക്കുന്നുവെങ്കിൽ UAE കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ അതിനുള്ളിൽ തന്നെ 941 ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്നും $12,000 ആണ് സിനിമ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അതായത് 10 ലക്ഷത്തോളം രൂപ. അപ്പോൾ ഈ പറഞ്ഞ UK UAE കളക്ഷൻ മാത്രം പ്രീസെയിലായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 30 ലക്ഷത്തിലധികം രൂപയാണ്. ഇനിയും 8 ദിവസങ്ങൾ സിനിമ റിലീസ് ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നു. വന്നത് കിടിലൻ പോസ്റ്റേഴ്സ്, അതല്ലാതെ വീഡിയോ കണ്ടന്റുകളൊന്നും തന്നെ ഇനിയും കിടിലൻ എന്ന് പറയാവുന്ന കണ്ടന്റ്സ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ 30 ലക്ഷത്തിലധികം ഓവർസീസ് കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ ഈ ലെവലാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏത് ലെവലായിരിക്കും പ്രീസെയിൽ കളക്ഷൻ എന്നൊക്കെ അറിയാനായിട്ട് നാം കാത്തിരിപ്പിലാണ്. ചൂടപ്പം പോലെ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നത് കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മലൈക്കോട്ടെ വാലിബന്റെ നാളെ വരാനിരിക്കുന്ന അപ്ഡേറ്റുകൾക്കായിട്ടും അടുത്ത ആവേശകരമായ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും കാത്തിരിക്കൂ.